മോസ്റ്റ് ഓഫ് ദി ട്രേഡേഴ്സ് പൈസ കളയുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? അവർ റാൻഡംലി എൻ്റർ ചെയ്യുന്നത് കൊണ്ടാണ് ട്രേഡിൽ. സോ നിങ്ങൾക്കൊരു കാര്യം അറിയാം, പ്രൈസ് നമുക്ക് എപ്പോഴും സിഗ്നൽസ് തരുന്നുണ്ട്, നമ്മളത് മനസ്സിലാക്കാത്തതുകൊണ്ടാണ്. സോ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് വിക്ക് റിജക്ഷനെ കുറിച്ച് പറയുന്നതായിരിക്കും, ദ പവർ ഓഫ് വിക്ക് റിജക്ഷൻ. ഓക്കെ, സോ ഇത് മനസ്സിലാക്കിയതിന് ശേഷം ചിലപ്പോൾ നിങ്ങളെ എൻട്രി ക്ലിയർ ആക്കിയേക്കാം. വാട്ട് ഈസ് വിക്ക് റിജക്ഷൻ? വിക്ക് റിജക്ഷൻ എന്ന് പറഞ്ഞെങ്കിൽ ഒരു ഇമ്പോർട്ടൻറ്റ് ലെവൽസിൻ്റെ അടുത്ത് പ്രൈസ് വന്ന് റിട്രേസ്മെൻറ്റ് ചെയ്യുമ്പോൾ ഫോം ചെയ്യുന്ന ക്യാൻഡിൽസിൻ്റെ വിക്കിനെ പറയുന്നതാണ് വിക്ക് റിജക്ഷൻ. ഓക്കെ, ഇതൊരു ഇമ്പോർട്ടൻറ്റ് ലെവൽസിൻ്റെ അടുത്ത് വരുമ്പോൾ നടക്കുന്ന റിയാക്ഷൻസാണ്. ഇമ്പോർട്ടൻറ്റ് ലെവൽസ് എന്ന് ഉദ്ദേശിക്കുന്നത് പ്രീവിയസ് ഡേ ഹൈ ഉണ്ടാവാം, പ്രീവിയസ് ഡേ ലോ ഉണ്ടാവാം, പ്രീവിയസ് ഡേ ഓപ്പൺ ഉണ്ടാവാം, പ്രീവിയസ് ഡേ ക്ലോസ് ആയിരിക്കാം. സോ ഇവിടെ നോക്ക്, പ്രീവിയസ് ഡേ ക്ലോസ് ഏരിയ എന്നാണ് നമുക്ക് റിജക്ഷൻ വരുന്നുള്ളത്. പ്രൈസ് ബയേഴ്സ് മാർക്കറ്റിൻ്റെ മുകളിലോട്ടേക്ക് പുഷ് ചെയ്യുന്നുണ്ട്, പക്ഷേ സെല്ലേഴ്സ് അവിടെ ഡോമിനേറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ സെല്ലേഴ്സാണ് പവർഫുള്ളായിട്ട് വന്നിട്ടുള്ളത്. സെല്ലേഴ്സ് മാർക്കറ്റിനെ താഴ്ത്താൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. ഇതിനെയാണ് പറയുന്നത് ബെയറിഷ് വിക്ക് റിജക്ഷൻ. അതായത് ഈ ക്യാൻഡിൽസിൽ ഫോം ചെയ്തിട്ടുള്ള വിക്കില്ലേ, ഇതിനെയാണ് പറയുന്നത് ബെയറിഷ് വിക്ക് റിജക്ഷൻ. നമ്മൾ ബുള്ളിഷ് വിക്ക് റിജക്ഷനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. ഇവിടെ നോക്കിയെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഇവിടെ ഒരു പ്രീവിയസ് ഡേ മാർക്കറ്റിൻ്റെ ക്ലോസിങ്ങിൽ പ്രൈസ് വന്ന് റിട്രേസ്മെൻറ്റ് ചെയ്ത് മുകളിലോട്ടേക്ക് പോകുന്നത് കാണുന്നുണ്ടല്ലോ, ഇവിടെയും കാണുന്നുണ്ട്. അതായത് സെല്ലേഴ്സ് മാർക്കറ്റിനെ താഴ്ത്താൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്, പക്ഷേ മാർക്കറ്റ് മുകളിലോട്ട് പോയി. ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ള വിക്ക് കാണുന്നുണ്ടല്ലോ, ഇതിനെയാണ് പറയുന്നത് ബുള്ളിഷ് വിക്ക് റിജക്ഷൻ. ഓക്കെ, സോ നമ്മൾ ബെയറിഷ് വിക്ക് റിജക്ഷനും പഠിച്ചു, ബുള്ളിഷ് വിക്ക് റിജക്ഷനും പഠിച്ചു. ഇങ്ങനത്തെ ഇമ്പോർട്ടൻറ്റ് ലെവൽസ്, അതായത് പ്രീവിയസ് ഡേ ഹൈ, പ്രീവിയസ് ഡേ ക്ലോസ്, പ്രീവിയസ് ഡേ ഓപ്പൺ, പ്രീവിയസ് ഡേ ലോ, ഇതൊക്കെ ഇമ്പോർട്ടൻറ്റ് ലെവൽസാണ്. നമ്മൾ ഇവിടുന്ന് മാർക്കറ്റിൻ്റെ റിയാക്ഷൻസ് നമ്മൾ മനസ്സിലാക്കണം. ഇത് മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് ട്രേഡ് എടുക്കാൻ വേണ്ടി പറ്റണം. ഓക്കെ, നമ്മൾ റാൻഡംലി മാർക്കറ്റിൽ അവിടെ ഇവിടെയൊക്കെ എൻട്രി എടുക്കുന്നത് ഒഴിവാക്കാൻ വേണ്ടി ശ്രമിക്കുക. പിന്നെ നിങ്ങൾക്ക് ഇതുപോലത്തെ വീഡിയോസ് മാർക്കറ്റിനെ കുറിച്ചും ഓപ്ഷൻ ട്രേഡിങ്ങിനെ കുറിച്ചും ഇതുപോലത്തെ സെഷൻസ്, ഇമ്പോർട്ടൻറ്റ് ലെവൽസ്, ഇമ്പോർട്ടൻറ്റ് ക്ലാസ്സസ് പഠിക്കാനും അറിയാനും താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം, ഈ വീഡിയോ ലൈക്ക് ചെയ്യാം. ഓക്കെ, പിന്നെ ട്രേഡിങ് പഠിക്കാൻ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പർ ഇവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. സോ ഇൻട്രസ്റ്റഡ് പീപ്പിൾ ക്യാൻ വാട്സാപ്പ് മീ.